ഇൻഫോമീഡിയ അപ്ഡേറ്റിലേക്ക് സ്വാഗതം. ദയവായി ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ ഇനേബിൾ ചെയ്യുക. നമസ്കാരം സുഹൃത്തുക്കളെ, രാജ്യത്തെ കോടിക്കണക്കിന് കർഷകർ കാത്തിരിക്കുന്ന PM കിസാൻ പദ്ധതിയുടെ 23ാം ഗഡുവിനെ കുറിച്ചുള്ള ഏറ്റവും പുതിയ വിവരങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. ജൂലൈ മാസത്തിൽ 2000 രൂപയുടെ അടുത്ത ഗഡു ലഭിക്കുമോ? ആരൊക്കെയാണ് പണം ലഭിക്കാൻ അർഹർ? ഗുണഭോക്തൃ പട്ടികയിൽ പേര് എങ്ങനെ പരിശോധിക്കാം? KYC ചെയ്തില്ലെങ്കിൽ എന്ത് സംഭവിക്കും? എല്ലാം വിശദമായി നോക്കാം. സുഹൃത്തുക്കളെ, കേന്ദ്ര സർക്കാരിൻ്റെ ഏറ്റവും ജനപ്രിയമായ കർഷക ക്ഷേമ പദ്ധതികളിൽ ഒന്നാണ് പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി യോജന. ഈ പദ്ധതിയിലൂടെ രാജ്യത്തെ ചെറുകിട നാമമാത്ര കർഷകർക്ക് ഓരോ വർഷവും 6000 രൂപ സാമ്പത്തിക സഹായമായി നൽകുന്നു. ഈ 6000 രൂപ ഒരുമിച്ചല്ല ലഭിക്കുന്നത്, 3 തുല്യ ഗഡുക്കളായാണ് നൽകുന്നത്. ഓരോ 4 മാസത്തിലും 2000 രൂപ വീതം നേരിട്ട് ബാങ്ക് അക്കൗണ്ടിലേക്ക് എത്തും. കഴിഞ്ഞ ഗഡുവായ 22ാം ഗഡു പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തെ കോടിക്കണക്കിന് കർഷകർക്ക് വിതരണം ചെയ്തിരുന്നു. ലക്ഷക്കണക്കിന് മലയാളി കർഷകർക്കും ഈ തുക ലഭിച്ചു. ഇപ്പോൾ എല്ലാവരും കാത്തിരിക്കുന്നത് 23ാം ഗഡുവിനായിട്ടാണ്. ഇനി ആരൊക്കെയാണ് തുക ലഭിക്കാൻ അർഹർ എന്ന് നോക്കാം. ഒന്നാമതായി അപേക്ഷകൻ ഇന്ത്യൻ പൗരനായിരിക്കണം. രണ്ടാമതായി കൃഷിഭൂമി സ്വന്തമായി ഉണ്ടായിരിക്കണം. മൂന്നാമതായി ചെറുകിട അല്ലെങ്കിൽ നാമമാത്ര കർഷകനായിരിക്കണം. ആദായ നികുതി അടയ്ക്കുന്ന വ്യക്തികൾക്ക് ഈ പദ്ധതി ആനുകൂല്യം ലഭിക്കില്ല. പ്രതിമാസം 10,000 രൂപയിലധികം പെൻഷൻ ലഭിക്കുന്ന ചില വിഭാഗങ്ങൾക്കും അർഹതയില്ല. അതുകൊണ്ട് നിങ്ങളുടെ വിവരങ്ങൾ ശരിയാണോ എന്ന് പരിശോധിക്കുന്നത് വളരെ പ്രധാനമാണ്. സുഹൃത്തുക്കളെ, ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കൂടുതൽ ആളുകൾക്ക് പണം തടസ്സപ്പെടുന്ന ഒരു പ്രധാന കാര്യം KYC പൂർത്തിയാക്കാത്തതാണ്. നിങ്ങൾ ഇതുവരെ KYC പൂർത്തി ചെയ്തിട്ടില്ലെങ്കിൽ എത്രയും വേഗം പൂർത്തിയാക്കണം. KYC ഇല്ലെങ്കിൽ അടുത്ത ഗഡു അക്കൗണ്ടിൽ എത്താതിരിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുപോലെ ആധാർ നമ്പറും ബാങ്ക് അക്കൗണ്ടും തമ്മിലുള്ള ലിങ്കിങ് ശരിയായിട്ടുണ്ടോ എന്നും പരിശോധിക്കണം. ചെറിയ പിഴവുകൾ പോലും പണം ലഭിക്കുന്നതിൽ തടസ്സം സൃഷ്ടിക്കാം. ഇനി നിങ്ങളുടെ പേര് ഗുണഭോക്തൃ പട്ടികയിൽ ഉണ്ടോ എന്നെങ്ങനെ പരിശോധിക്കാം നോക്കാം. ആദ്യം PM കിസാൻ ഔദ്യോഗിക വെബ്സൈറ്റ് സന്ദർശിക്കുക. ശേഷം ബെനിഫിഷ്യറി ലിസ്റ്റ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അവിടെ സംസ്ഥാനം, ജില്ല, ബ്ലോക്ക്, പഞ്ചായത്ത്, ഗ്രാമം എന്നിവ തിരഞ്ഞെടുത്ത് ഗെറ്റ് റിപ്പോർട്ട് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങളുടെ പ്രദേശത്തെ ഗുണഭോക്തൃ പട്ടിക, അതിൽ നിങ്ങളുടെ പേരുണ്ടോ എന്ന് പരിശോധിക്കാം. ഇനി സ്റ്റാറ്റസ് എങ്ങനെ പരിശോധിക്കാമെന്ന് നോക്കാം. നോ യുവർ സ്റ്റാറ്റസ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. രജിസ്ട്രേഷൻ നമ്പർ നൽകുക. ശേഷം ഗെറ്റ് ഡാറ്റ ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ അപേക്ഷയുടെ നിലവിലെ സ്ഥിതിയും അടുത്ത ഗഡുവിന് അർഹതയുണ്ടോ എന്നും അവിടെ കാണാൻ സാധിക്കും. സുഹൃത്തുക്കളെ, കഴിഞ്ഞ കുറച്ച് ഗഡുക്കളായി നിരവധി പേരുടെ പണം തടസ്സപ്പെടുന്നു. പ്രധാന കാരണം ബാങ്ക് അക്കൗണ്ട് പ്രശ്നങ്ങൾ, ആധാർ വെരിഫിക്കേഷൻ പ്രശ്നങ്ങൾ, ഭൂമിരേഖകളിലെ പൊരുത്തക്കേടുകൾ, KYC പൂർത്തിയാക്കാത്തത് എന്നിവയായിരുന്നു. അതുകൊണ്ട് ഇപ്പോൾ തന്നെ നിങ്ങളുടെ വിവരങ്ങൾ പരിശോധിച്ച് തിരുത്തേണ്ടതുണ്ട്. പ്രത്യേകിച്ച് പുതിയതായി അപേക്ഷ നൽകിയവർ അവരുടെ അപേക്ഷ അംഗീകരിച്ചിട്ടുണ്ടോ എന്ന് നിർബന്ധമായും പരിശോധിക്കണം. ഇനി ഒരു പ്രധാന കാര്യം, കേന്ദ്ര സർക്കാർ ഭാവിയിൽ പദ്ധതികളുടെ മാനദണ്ഡങ്ങളിൽ മാറ്റം കൊണ്ടുവരുമെന്ന ചർച്ചകളും നടക്കുന്നുണ്ട്. എന്നാൽ ഇതുവരെ അത്തരത്തിലുള്ള ഔദ്യോഗിക പ്രഖ്യാപനങ്ങളൊന്നും വന്നിട്ടില്ല. അതുകൊണ്ട് വ്യാജ വാർത്തകളിൽ വീഴരുത്. ഔദ്യോഗിക അറിയിപ്പുകൾ മാത്രം വിശ്വസിക്കുക. 23ാം ഗഡു പ്രഖ്യാപിക്കുന്ന ദിവസം തന്നെ രാജ്യത്തെ കോടിക്കണക്കിന് കർഷകരുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് നേരിട്ട് 2000 രൂപ ലഭിക്കും. ഇനി എല്ലാവരുടെയും ഒരു ചോദ്യമുണ്ട്, 23ാം ഗഡു എപ്പോൾ ലഭിക്കും എന്നുള്ളത്. അതിനുത്തരം തരാം. നിലവിൽ പുറത്തു വന്നിരിക്കുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ജൂലൈ മാസത്തിന്റെ പകുതിയോടെ 23ാം ഗഡു വിതരണം ചെയ്യാൻ സാധ്യതയുണ്ടെന്നാണ് വിലയിരുത്തൽ. എന്നാൽ കേന്ദ്ര സർക്കാർ ഇതുവരെ ഔദ്യോഗിക തീയതി പ്രഖ്യാപിച്ചിട്ടില്ല എന്നുള്ളത് കൂടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. നിങ്ങളും അർഹരായ ഗുണഭോക്താവാണെങ്കിൽ നിങ്ങളുടെ അക്കൗണ്ടിൽ ഈ തുക 100% ലഭിക്കുന്നതായിരിക്കും. കൂടുതൽ വിവരങ്ങൾക്കായി PM കിസാൻ ഹെൽപ്പ് ലൈൻ നമ്പറായ 155261 അല്ലെങ്കിൽ 01124300606 എന്ന നമ്പറുകളിൽ ബന്ധപ്പെടാവുന്നതാണ്. സുഹൃത്തുക്കളെ, 23ാം ഗഡുവിന്റെ ഔദ്യോഗിക തീയതി പ്രഖ്യാപിക്കുന്ന മുറയ്ക്ക് ഏറ്റവും ആദ്യം നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ്. വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നന്ദി. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി, നമസ്കാരം.